ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമനദീനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ദന്തവക്രൻ, വിധുരഥൻ, രോമകർഷൻ എന്നിവരുടെ വധത്തെ പറ്റിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ ബലരാമൻ രോമകർഷനെ കുശപ്പുല്ലുകൊണ്ട് വധിച്ചു. പക്ഷേ മറ്റ് ബ്രാഹ്മണർ, മറ്റ് മഹാത്മാക്കൾ, പണ്ഡിതന്മാരായിട്ടുള്ളവരെല്ലാം അത് ശരിയായില്ല എന്ന് ബലരാമനോട് പറയുകയും അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ തനിക്ക് പറ്റിയ ആ ഈശ്വരേച്ഛയാലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് സമർത്ഥിച്ചു. എങ്കിലും ഞാൻ അയാൾക്ക് ദീർഘായുസ് നൽകുകയും സ്വമേധയാ ആണ്, അതിനാൽ ആ വരദാനം നിഷ്ഫലമാക്കരുകയും അരുത്. ഇപ്രകാരം സദസ്സിലെ ബ്രാഹ്മണരെയും ഋഷിമാരുടെയും അഭ്യർത്ഥന വ്യക്തമാണ്. കാരണം മഹായാഗത്തിന്റെ അന്ത്യം വരെ അവർ രോമകർഷണസുതന് നൽകിയ ദീർഘായുസ് എന്ന വരദാനം അതേപടി നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നു. അതേസമയം ബലരാമൻ നടത്തിയ നിഗ്രഹത്തെ വിഫലമാക്കാൻ അവർ ആഗ്രഹിക്കുന്നതുമില്ല. അതിനാൽ തന്റെ സമുന്നതമായ പദവിക്ക് ചേരുന്ന വിധത്തിൽ പരമപുരുഷൻ പ്രശ്നം പരിഹരിച്ചു. അദ്ദേഹം പറഞ്ഞു, പുത്രനെ ഉൽപ്പാദിപ്പിച്ചത് പിതാവിന്റെ ശരീരത്തിൽ നിന്നാകയാൽ പുത്രൻ പിതാവിന്റെ പ്രതിനിധിയാണ്. പിതാവിന്റെ പദവിയിലിരുന്ന് പുരാണങ്ങളെക്കുറിച്ച് സംവാദം തുടരണം. അതുകൊണ്ട് പുത്രനെ ഉൽപ്പാദിപ്പിച്ച പിതാവിന്റെ ശരീരത്തിൽ നിന്നാകയാൽ പുത്രൻ പിതാവിന്റെ പ്രതിനിധിയാണ്. അതിനാൽ രോമകൃഷ്ണസൂതന്റെ പുത്രനായ ഉഗ്രസവസ് സൂതൻ ഇനി മുതൽ പിതാവിന്റെ പദവിയിലിരുന്ന് പുരാണങ്ങളെക്കുറിച്ചുള്ള സംവാദം തുടരണം എന്ന് ബലരാമൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവര് ഋഷീശ്വരന്മാരും മഹർഷിമാരും ഒക്കെ ഈ രോമകൃഷ്ണനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പുനർജീവിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞു. പക്ഷെ പുനർജീവിപ്പിക്കേണ്ടതായിട്ടില്ല എന്ന് അവരുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തെ പരിപാലിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നു. രോമകർഷന്റെ പുത്രനായ ഉഗ്രശ്രവസ് ആ സൂതന്റെ സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് പിതാവിന്റെ പദവിയിൽ ഇരുന്ന് പുരാണങ്ങളെക്കുറിച്ച് സംവാദം തുടരണം എന്നാവശ്യപ്പെട്ടു. അതേപോലെ രോമകർഷന് ദീർഘായുസ്സുണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ഈ വരദാനം അയാളുടെ മകനിലേക്ക് മാറ്റണം. അങ്ങനെ നിങ്ങൾ നൽകിയ എല്ലാ സൗകര്യങ്ങളും ആരോഗ്യമുള്ള ശരീരത്തോടെ ഒരുവിധമായ ശല്യവുമില്ലാതെ പൂർണ്ണശക്തിയുള്ള ഇന്ദ്രിയങ്ങളും ദീർഘായുസും പുത്രനായ ഉഗ്രസവത്തിന് ഉണ്ടായിരിക്കട്ടെ എന്ന് ബലരാമൻ പറഞ്ഞ് അനുഗ്രഹിച്ചു. രോമകർഷന്റെ പുത്രന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പുറമെ തന്നോട് മറ്റെന്തെങ്കിലും വരം കൂടി ആവശ്യപ്പെടാൻ ഭഗവാൻ ബലരാമൻ ബ്രാഹ്മണരോടും ഋഷിമാരോടും സവിനയം അപേക്ഷിച്ചു. തൽക്ഷണം അത് നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇപ്രകാരം ഭഗവാൻ ഒരു സാധാരണ ക്ഷത്രിയ പദവിയിൽ നിന്നുകൊണ്ട് ഏതു വിധത്തിലാണ് രോമകർഷണസൂതന്റെ വധത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന് തനിക്കറിയില്ലെന്നും അവരുടെ ഏത് നിർദ്ദേശവും സ്വീകരിക്കാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും അവരെ അറിയിച്ചു. അപ്പോൾ ഭഗവാനോട് എന്താണ് പ്രായശ്ചിത്തം എന്ന് ഋഷിവര്യന്മാരോ ഇല്ലേ പണ്ഡിതന്മാരോ ഒന്നും ആദ്യം തന്നെ പറഞ്ഞില്ല. ഭഗവാനോട് എന്താണ് പ്രായശ്ചിത്തം എന്ന് നിശ്ചയിച്ച് അത് അങ്ങ് ചെയ്താലും എന്ന് പറയുകയാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചുകൊണ്ട് അവർ ആ പ്രായശ്ചിത്തത്തെ എന്താ ചെയ്യേണ്ടതെന്ന് ഭഗവാനോട് തന്നെ പറഞ്ഞു. പക്ഷെ ഭഗവാൻ ഇപ്പോൾ പറയുന്നു, നിങ്ങൾ നിർദ്ദേശിച്ച താൻ ഒരു സാധാരണ ക്ഷത്രിയ പദവിയിൽ നിന്നുകൊണ്ട് ഏതു വിധത്തിലാണ് രോമകർഷസൂതന്റെ വധത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന് തനിക്ക് അറിയില്ലെന്നും നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് വരവും ഞാൻ ഇപ്പോൾ തൽക്ഷണം തന്നെ നൽകാമെന്നും പറഞ്ഞു. അവരുടെ എന്ത് നിർദ്ദേശവും താൻ സ്വീകരിക്കാനും തയ്യാറാണ്. അതിന് തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും അവരെ അറിയിച്ചു ബലരാമൻ. ഭഗവാന്റെ ലക്ഷ്യം ബ്രാഹ്മണർക്ക് മനസ്സിലായി. അതിനാൽ തങ്ങൾക്ക് നന്മ വരുത്തുന്ന എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ അവർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അവർ പറഞ്ഞു, ഭഗവാനെ, ബല്വനൻ എന്നു പേരായ ഒരു സുരനുണ്ട്. ഇല്ലുവന്റെ പുത്രനാണ് അയാൾ. എന്നാൽ അയാൾ അതിശക്തനായ അസുരനാണ്.
ഓരോ പക്ഷത്തിലും അമാവാസി പൗർണമി നാളുകളിൽ അവൻ ഇവിടെ വന്ന് ഞങ്ങളുടെ യാഗകർമ്മങ്ങളെ അലങ്കോലപ്പെടുത്താറുണ്ട്. ദശാർഹ വംശത്തിൽ പിറന്നവനെ, ഈ അസുരനെ വധിക്കാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദയവായി അങ്ങ് അവനെ വധിക്കുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയ്ക്ക് ചെയ്യാവുന്ന പ്രായശ്ചിത്തമെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഈ നിരന്തരം ഇവർ നടത്തുന്ന യാഗത്തിന് ശല്യം ചെയ്യുന്നതായ ബെല്വലൻ എന്നു പേരായ ഒരു അസുരനുണ്ട്. അസുരനെ ഇല്ലാതെയാക്കാനാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. അസുരനെ വധിക്കാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദയവായി അങ്ങ് അവനെ വധിക്കുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രായശ്ചിത്തം എന്ന് ഞങ്ങൾ കരുതുന്നു. ആ അസുരൻ കൂടെ കൂടെ ഇവിടെ വന്ന് ചലം, രക്തം, മലം, മൂത്രം, മദ്യം തുടങ്ങിയ മലിന വസ്തുക്കൾ ഞങ്ങളുടെ മേൽ വർഷിക്കുകയും വിശുദ്ധ വേദികൾ കളങ്കപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ബില്വാലനെ വധിച്ച ശേഷം 12 മാസക്കാലത്തേക്ക് അങ്ങ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് തീർത്ഥാടനം നടത്തിയാലും അങ്ങനെ അവിടുന്ന് മാലിന്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണ വിമുക്തനായി തീരും. ഇതാണ് ഞങ്ങളുടെ നിർദ്ദേശം. അപ്പം യഥാർത്ഥത്തിൽ പ്രായശ്ചിത്തം നിശ്ചയിക്കാൻ ഭഗവാനോട് തന്നെ ഇവർ ആവശ്യപ്പെട്ടെങ്കിലും ഭഗവാൻ തിരിച്ച് ഋഷി തുല്യരായിട്ടുള്ള പണ്ഡിതന്മാരോട് തന്നെ ആവശ്യപ്പെട്ടു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ സാധാരണ ഒരു ക്ഷത്രിയ കുലജാതനായിട്ട് ജനിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിനൊരു പരിഹാരം എന്താണെന്ന് എനിക്ക് ഇപ്പോൾ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിർദ്ദേശിക്കുന്ന എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ബലരാമൻ തന്നെ ഋഷിവര്യന്മാരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് നിരന്തരം ശല്യം ചെയ്യുന്നതായ ഒരു അസുരനെ നിഗ്രഹിച്ച് അവരുടെ രക്ഷയെ ചെയ്യണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടതും. പിന്നെ ഏകദേശം 12 മാസക്കാലത്തേക്ക്, ഒരു വർഷത്തേക്ക് അങ്ങ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് തീർത്ഥാടനം നടത്തുന്നതാണ് ഇതിന് ഏറ്റവും ഉചിതമായ പ്രായശ്ചിത്തം എന്ന് നിർദ്ദേശിച്ചു. അത് പരശുരാമൻ അത്തരം പ്രായശ്ചിത്തത്തെ ചെയ്യാനും ഈ ബെല്വാലൻ എന്ന് പറയുന്ന അസുരനെ വധിക്കാനും ഇടവന്നു. അത് നിർദ്ദേശിച്ചുകൊണ്ടില്ല. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച ശേഷം അദ്ദേഹം അവിടെ നിന്നും തീർത്ഥാടനത്തിനായിക്കൊണ്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 77-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. 78-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ബില്വാലന് കൊടുക്കുന്ന മോക്ഷവും ഭഗവാൻ ബലരാമന്റെ തീർത്ഥാടനവും. ഇതാണ് യഥാർത്ഥത്തിൽ ഋഷിവര്യന്മാർ അദ്ദേഹത്തിന് നിർദ്ദേശിച്ച ഒരു പരിഹാരം. ലോമഹർഷണ എന്ന ഒരു ബ്രാഹ്മണനെ, സൂതനെ വ്യാസപീഠത്തിൽ ഇരുത്തി ആദരിച്ചിരുന്ന പണ്ഡിതന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന രോമകൃഷ്ണൻ എന്ന ഒരൊറ്റ കാരണത്താൽ, തന്നെ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല എന്നൊരൊറ്റ കാരണത്താൽ ആ ബ്രാഹ്മണനെ നിഗ്രഹിക്കാൻ ഇടവന്നു. അതിൻ്റെ പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടതെന്ന് പരശുരാമൻ തന്നെ ഋഷിവര്യന്മാരോട് ചോദിച്ചതനുസരിച്ചുകൊണ്ട് ബില്വാലൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഞങ്ങൾക്ക് നിരന്തരം ശല്യം ചെയ്യുന്നു, അദ്ദേഹത്തെ വധിക്കണമെന്നും പിന്നീട് അങ്ങ് 12 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടനം നടത്തണമെന്നും അത് തന്നെയാണ് ഇതിനുള്ള ശ്രേഷ്ഠമായ പ്രായശ്ചിത്തം എന്ന് നിർദ്ദേശിച്ചു. അതനുസരിച്ചുകൊണ്ട് ബില്വാല അസുരനെ നേരിടാൻ ഭഗവാൻ ബലരാമന് ഒരുക്കം കൂട്ടി. അസുരന്റെ ആക്രമണ സമയത്ത് പതിവ് പോലെ കൊടുങ്കാറ്റടിച്ചു. ആകാശം പൊടിപടലം കൊണ്ട് മൂടി. അന്തരീക്ഷം ദുർഗന്ധപൂരിതമായി. ഇതേ തുടർന്ന് നിഷ്കൃതിക്കാരനായിരിക്കുന്ന ബെല്വലാസുരൻ മലമൂത്രങ്ങളും മറ്റു മാലിന്യ വസ്തുക്കളും വർഷിച്ച് യാഗവേദി മലീനസമാക്കി. ഈ കടന്നാക്രമണം കഴിഞ്ഞ് കയ്യിൽ ശൂലവുമായിട്ട് അസുരൻ നേരിട്ട് ആവിർഭവിച്ചു. അവനൊരു ഭീകരനായിരുന്നു. അവൻ്റെ ഇരുണ്ട ശരീരം കരിക്കട്ടയുടെ കൂമ്പാരം പോലെ കാണപ്പെട്ടു. അവൻ്റെ താടിയും മീശയും തലമുടിയും ചെമ്പ് നിറമായിരുന്നു. വലിയ മീശയും താടിയും കൊണ്ട് ആ മുഖം അപകടകാരിയും വീക്ഷണവുമായി തോന്നിച്ചു. അസുരനെ കണ്ട മാത്രയിൽ തന്നെ ഭഗവാൻ ബലരാമൻ അവനെ ആക്രമിക്കാൻ തയ്യാറായി. എങ്ങനെയാണ് അസുരനെ തകർത്ത് തരിപ്പണമാക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആലോചന. ഭഗവാൻ ബലരാമൻ തൻ്റെ ഗദയും കലപ്പയും ആവാഹിച്ച് അവ തൽക്ഷണം മുന്നിലെത്തി. ബെല്വലാസുരൻ ആകാശത്തിൽ പറക്കുകയായിരുന്നു. കിട്ടിയ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഭഗവാൻ ബലരാമൻ അവനെ കലപ്പ കൊണ്ട് വലിച്ചു താഴെയിട്ടു. കോപത്തോടെ ഗദ കൊണ്ട് അവൻ്റെ തലയ്ക്കടിച്ചു. ബലരാമന്റെ അടിയേറ്റ അസുരന്റെ തല തകർന്നു. അവൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് രക്തം ധാരാളമായിട്ട് പ്രവഹിച്ചു. അവൻ ഉച്ചത്തിൽ മുറവിളി കൂട്ടിത്തുടങ്ങി. ഇപ്രകാരം
ധാർമ്മികരായ ബ്രാഹ്മണർക്ക് കടുത്ത ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്ന അസുരൻ തറയിൽ വീണു. അശനി പാദമേറ്റ് ഭൂമിയിൽ തകർന്നു വീണ പർവ്വത ശിഖരം പോലെ ആയിരുന്നു ആ വീഴ്ച. ഇത് കണ്ട് നൈമിഷ്യാരണ്യത്തിലെ ജ്ഞാനികളായിട്ടുള്ള ഋഷിമാരും ബ്രാഹ്മണരും അത്യധികം സന്തോഷിച്ചു. അവർ ഹൃദയം നിറഞ്ഞ് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ചു. ഭഗവാൻ ബലരാമന്റെ ഉദ്യമങ്ങളൊന്നും ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് അവർ സമ്മതിച്ചു. തുടർന്ന് അവർ ഭഗവാൻ ബലരാമന് ആഡംബരപൂർവ്വം അഭിഷേകം നടത്തി. അസുരന്മാരെ ജയിച്ച ഇന്ദ്രന് ദേവന്മാർ അഭിഷേകം നടത്തിയതുപോലെ ഒന്നാം തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും ശാശ്വതമായ അസ്തിത്വമുള്ളതിനാൽ ഒരിക്കലും വാടാത്തതും സൗന്ദര്യത്തിന്റെ സംഭരണിയുമായിരിക്കുന്ന വിജയത്തിന്റെ താമരമാലയും നൽകി ഋഷിമാരും ബ്രാഹ്മണരും ഭഗവാൻ ബലരാമനെ ആദരിച്ചു. ഈ സംഭവത്തിന് ശേഷം നൈമിഷാരണ്യത്തിൽ കൂടിയിരുന്ന ബ്രാഹ്മണരുടെ അനുവാദം വാങ്ങി ഏതാനും ബ്രാഹ്മണരുമൊത്ത് ഭഗവാൻ ബലരാമൻ കൗശികി നദിയുടെ തീരത്തെത്തി. ഈ പുണ്യസ്ഥലത്ത് സ്നാനം ചെയ്ത് ശേഷം അദ്ദേഹം സരയൂ നദിയിലേക്ക് പുറപ്പെട്ടു. സരയൂ നദിയുടെ ഉത്ഭവസ്ഥാനം സന്ദർശിച്ചു. സരയൂ നദിയുടെ തീരത്തിലൂടെ അദ്ദേഹം ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗയിലെത്തി. ഇവിടെയും അദ്ദേഹം നിത്യസ്നാനവും സ്ഥലത്തെ ക്ഷേത്രങ്ങളിൽ ദർശനവും നടത്തി. വേദഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഋഷിമാരും പിതൃക്കൾക്കും തർപ്പണം ചെയ്തു. ക്രമേണ പുലഹ മുനിയുടെ ആശ്രമത്തിലെത്തി. ഈ തീർത്ഥാടനത്തിന്റെ ഉദ്ദേശം ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ സന്ദർശിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ പലരും പറയുന്നത് നമ്മൾ ബ്രഹ്മം എന്താണെന്നില്ല, ആത്മബോധം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥാനത്തിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല, അവിടെയൊക്കെ സന്ദർശിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ ഒരു സംശയം പലർക്കും ഉണ്ടാകാറുണ്ട്. അത് പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങെന്തിനാണ് ഇനി തീർത്ഥാടനത്തിനൊക്കെ പോകുന്നത്? സത്യം എന്താണെന്ന് മനസ്സിലായല്ലോ അങ്ങേക്ക്. എനിക്ക് തന്നെ ഈ തീർത്ഥാടനമൊക്കെ നടത്തിയപ്പോഴും അവസാനം മനസ്സിലായത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളത് ബോധം ഉറപ്പിച്ചു. പക്ഷെ എന്നാലും ഇവിടെ ഭഗവാൻ സ്വയം ഈശ്വരൻ, ശ്രീകൃഷ്ണന്റെ കഥയെടുത്താലും ബലരാമന്റെ ചരിത്രമെടുത്താലും നമുക്കറിയാം, ഇവരൊക്കെ സ്വയം ഭഗവാൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു. എന്നിട്ടും ഈ മനുഷ്യനായിട്ട് അവതരിച്ച് ചില കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇത്തരത്തിൽ ഈശ്വരൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചാൽ പോലും അവർക്ക് പോലും ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നു. കർമ്മത്തിന്റെ ഗതി അനുസരിച്ചുകൊണ്ട്, ചില കർമ്മത്തിന്റെ ഗതിവിഗതികളെ കൊണ്ട്, ചിലതൊക്കെ ഈശ്വരേച്ഛ അനുസരിച്ചുകൊണ്ട് തന്നെ ധർമ്മ അനുസരണം നടക്കും, ചിലത് ധർമ്മ അനുസരണം അല്ലാതെ നടക്കും. ഇവിടെ ബലരാമന്റെ തന്നെ കഥയെടുത്താൽ അറിയാം. ഈ കർമ്മത്തിന്റെ നമ്മൾ പ്രാരാബ്ധ കർമ്മങ്ങൾ ചിലതൊക്കെ അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വന്ന് ജനിക്കുന്നത്. അത് ഈശ്വരന്മാർ പോലും കർമ്മബന്ധനങ്ങളായിട്ട്, ഇപ്പൊ അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടും ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുമാണ് ഭഗവാൻ ബലരാമനും ശ്രീകൃഷ്ണനും മനുഷ്യ ശരീരം എടുത്തുകൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെയും ഒരു കർമ്മബന്ധനം ഇവരിൽ ബാക്കിയുള്ളത് കൊണ്ടല്ലേ മനുഷ്യനായിട്ട് അവതരിക്കേണ്ടി വന്നത്. ഇവർക്ക് ഒരു പക്ഷേ സാന്നിധ്യം മാത്രം കൊണ്ട് ഈ അസുര ഭാവങ്ങളെ ഒക്കെ ഇല്ലാതാക്കാമായിരുന്നു. പക്ഷേ ഇവരെല്ലാം മനുഷ്യനായിട്ട് മായയെ ജയിച്ചുകൊണ്ട് അവതാരമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് സാധാരണ മനുഷ്യന്റെ കൂട്ട് ജീവിതം നയിച്ച് ആരെയൊക്കെ സഹായിക്കണം, ആരെയൊക്കെ ദ്രോഹിക്കണം, ആരെയൊക്കെ നശിപ്പിക്കണം എന്നൊക്കെ വിധിയോടുകൂടി തന്നെ അതിനെ ഈശ്വര ഇച്ഛ അനുസരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു. അപ്പൊ ഇവർക്ക് ഒരു പക്ഷേ ഈ തീർത്ഥാടനങ്ങളൊന്നും ആവശ്യകതയില്ല എന്ന് നമുക്ക് തോന്നാം. ഈശ്വരൻ തന്നെയാണല്ലോ. പക്ഷെ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ഇവിടെ ബലരാമനെ പോലും പ്രായച്ചിത്തം ചെയ്യേണ്ടതായ കർമ്മങ്ങളുടെ ഗതിയുടെ വ്യത്യാസം കൊണ്ട് പ്രായച്ചിത്തം ചെയ്യേണ്ടതായിട്ട് വന്നു. അത് സ്വയം അറിയില്ല എന്ന് ആവശ്യപ്പെടുകയും ഋഷീശ്വരന്മാരോട് ചോദിച്ച് അവരിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒരു അസുരനെ നിഗ്രഹിച്ചു. അവിടെ നിഗ്രഹം ഹിംസയാണ് നടന്നത്. അതിനെല്ലാം ഉപരിയാണ് ഒരു ബ്രാഹ്മണനെ നിഗ്രഹിച്ചു. ബ്രഹ്മഹത്യാപാപം കൂടെ ഉണ്ടായി. അപ്പൊ ഇതിന് പ്രായച്ചിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഒരു വർഷക്കാലം തുടർച്ചയായിട്ട് തീർത്ഥാടനം നടത്താൻ ഋഷിവരന്മാർ ബലരാമൻ എന്ന ഭഗവാനോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഭഗവാൻ പോലും അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, ഞാൻ സാധാരണ ഒരു ക്ഷത്രിയനാണെന്നും മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ടും
ഇതിൽ നിന്നുള്ള പരിഹാരത്തെപ്പറ്റി എനിക്ക് ബോധമില്ല, എനിക്കറിയില്ല എന്നും അതെന്താണെന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ അതെന്താണെങ്കിലും ഞാൻ സന്തോഷത്തോടെ ചെയ്യാം എന്നും പറയുന്ന നിർദ്ദേശങ്ങളെ, ഇല്ലേ, അഭിപ്രായങ്ങളെ, പ്രസ്താവനകളെ നമ്മൾ മുഖവിലക്കെടുക്കണം എന്നർത്ഥം. അപ്പൊ എന്തിനാണ് ഈ തീർത്ഥാടനമൊക്കെ നടത്തുന്നത്? ബ്രഹ്മജ്ഞാന ആത്മബോധം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ആയാലും ഭഗവാനല്ല. ഭഗവാനോട് താതാത്മ്യം ഉണ്ടായാലും ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ മുമ്പിൽ വരുന്നത് പോലെ, ഞാൻ അനന്യ ഭക്തനായി കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ സഹായിക്കാൻ എന്നോടൊപ്പം ഉണ്ടാവും. ആദ്യമായി നമ്മൾ കുറെ കാലത്തേക്ക് ഭഗവാന്റെ പിന്നാലെ നമ്മൾ നടക്കണ്ടു. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് പാത്രത വന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ പിന്നാലെയാവും. അപ്പൊ ഭക്തന് വേണ്ടിയിട്ട്, അംബരീഷന്റെ ഒക്കെ കഥ പഠിച്ചാൽ നമുക്കറിയാം, ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന, ഇല്ലേ, ഭക്തന്റെ അടിമയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഭഗവാൻ എന്നുപോലെ അംബരീഷന്റെ കഥയിൽ നിന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ ഭക്തനായിരിക്കുന്ന അംബരീഷനെ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതിന് പുറത്ത് അങ്ങയ്ക്കുടെ പിന്നാലെ വരുന്ന, അല്ലെ, ദുർവാസാവിനോട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ദുർവാസാവ് ആവശ്യപ്പെടുമ്പോഴും വിഷ്ണു പറയുന്നത് ഞാൻ ഭക്തന്റെ അടിമയാണെന്നാണ്. അതുകൊണ്ട് എൻ്റെ ഭക്തനെ തന്നെ സമീപിച്ചാൽ മാത്രമേ നിനക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. അപ്പൊ അത്രമാത്രം ഭക്തി, കറകളഞ്ഞ ഭക്തിയുള്ളവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു എന്നർത്ഥം. അവിടെയാണ് ഭഗവാന്റെ അധികാരം ആ ഭക്തനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാത്തിനും ഉയർന്നതാണെന്നോ നമ്മളെല്ലാം നേടിയെന്ന് വിചാരിക്കുമ്പോഴാണ്, ഇല്ലേ, ആ കാഴ്ചപ്പാടാണ് നമുക്ക് ഈ തീർത്ഥാടനങ്ങളോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഭഗവാൻ വരെ പറയുന്നുണ്ടല്ലോ, എനിക്കിപ്പോൾ ഒന്നും കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. സഖേന പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷിത്വം വിഷമോസ്തുട്ട് കാമതക്ക് എന്നൊക്കെ ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം. ഭഗവാൻ കർമ്മം ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ ഉപേക്ഷിക്കാവോ? ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.